ഇനി നോക്കാം കാർഷിക വാർത്തകൾ. വേനൽ കടുത്തതോടെ പ്രതിസന്ധിയിലായി റബ്ബർ കർഷകർ. മരങ്ങളിൽ ഇലപൊഴിച്ചിൽ ആരംഭിച്ചതോടെ ടാപ്പിംഗ് നിലച്ചിരിക്കുകയാണ്. ഇതോടെ മലയോര മേഖലയിൽ റബ്ബറിനെ ആശ്രയിച്ച് ജീവിക്കുന്ന ആയിരക്കണക്കിന് കുടുംബങ്ങളാണ് ദുരിതത്തിലായത്. കടുത്ത വേനലിൽ റബ്ബർ മരങ്ങൾ ഇലപൊഴിച്ചതോടെ ടാപ്പിംഗ് പൂർണ്ണമായും നിലച്ചു. ചൂടിനൊപ്പം പുലർച്ചെ മഞ്ഞുവീഴ്ച ശക്തമായതോടെയാണ് വ്യാപകമായി ഇലപൊഴിച്ചിൽ തുടങ്ങിയത്. മലയോര മേഖലയിലെ കുടുംബങ്ങളുടെ 75% പേരും റബ്ബർ കൃഷിയെ ആശ്രയിച്ചാണ് ജീവിക്കുന്നത്. എല്ലാ വേനൽക്കാലങ്ങളിലും ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ടെങ്കിലും ഇക്കുറി സ്ഥിതി അതീവ രൂക്ഷമാണ്. വൻകിട എസ്റ്റേറ്റുകളിൽ വേനൽക്കാലത്ത് ടാപ്പിംഗ് നിർത്തിവെക്കുന്നത് പതിവാണെങ്കിലും ദിവസം തോറും ടാപ്പിംഗ് നടത്തി ഉപജീവനം കണ്ടെത്തുന്ന ചെറുകിട കർഷകരാണ് ഏറ്റവും കൂടുതൽ ദുരിതമനുഭവിക്കുന്നത്. ഉൽപാദനം കുത്തനെ കുറഞ്ഞതോടെ വിപണിയിൽ ഷീറ്റ് ലഭ്യത കുറഞ്ഞു. ഇതാണ് റബ്ബർ വില ഉയരാൻ കാരണമായത്. ഇന്നലെ കിലോയ്ക്ക് 194 രൂപ വരെ വില ഉയർന്നു. അന്താരാഷ്ട്ര വിപണിയായ ബാങ്കോങ്ങിൽ വില 195 രൂപയാണ്. ഈ കുതിപ്പ് തുടർന്നാൽ ആഭ്യന്തര വില അന്താരാഷ്ട്ര വില മറികടന്ന് കിലോയ്ക്ക് 200 രൂപ കടക്കാനിടയുണ്ടെന്നാണ് വ്യാപാരികളുടെ വിലയിരുത്തൽ. കഴിഞ്ഞ ഓഗസ്റ്റിൽ റബ്ബർ വില 213 രൂപ വരെ എത്തിയിരുന്നു. കേരളത്തിൽ കഴിഞ്ഞ വർഷത്തേക്കാൾ 10,000 ടണ്ണിന്റെ ഉൽപാദനക്കുറവാണ് രേഖപ്പെടുത്തിയത്. കൂടുതൽ ടാപ്പിംഗ് ദിനങ്ങൾ ലഭിച്ചിട്ടും ഉൽപാദനം കുറഞ്ഞത് മുതൽ മുടക്കിന് അനുസരിച്ചുള്ള വരുമാനം ലഭിക്കാത്ത സാഹചര്യത്തിലേക്കാണ് കർഷകരെ എത്തിച്ചിരിക്കുന്നത്. ഇതോടെ പലരും റബ്ബർ കൃഷി ഉപേക്ഷിക്കുന്നതിന്റെ സൂചനകളും ശക്തമാണ്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. വൈക്കോലിന് റെക്കോർഡ് വില ലഭിച്ചതിൻ്റെ സന്തോഷത്തിലാണ് പാലക്കാട് ജില്ലയിലെ പടിഞ്ഞാറൻ മേഖലയിലെ നെൽകർഷകർ. 5 വർഷത്തിനിടയിലെ ഏറ്റവും ഉയർന്ന വിലയാണ് ഇത്തവണ ലഭിച്ചത്. പുറം ജില്ലകളിൽ നിന്നുള്ള ഉയർന്ന ആവശ്യകതയാണ് വില വർദ്ധിക്കാൻ കാരണമായത്. ഇത്തവണ തുലാവർഷം നേരത്തെ അവസാനിച്ചതിനാൽ മഴ കൊള്ളാത്ത വൈക്കോൽ മികച്ച ക്വാളിറ്റി ഉള്ളവയാണ്. ഒരു കെട്ടിന് 200 മുതൽ 250 രൂപ വരെയാണ് ഇപ്പോഴത്തെ വില. മാത്രമല്ല, മലപ്പുറം, തൃശൂർ ജില്ലകളിൽ നിന്ന് വൈക്കോലിന് ആവശ്യക്കാർ കൂടുതൽ എത്തുകയും ചെയ്തു. മലപ്പുറത്തെ പൊന്നാനി, പുത്തൻപള്ളി, ചങ്ങരംകുളം, കുറ്റിപ്പുറം, തൃശൂരിലെ പെരുമ്പിലാവ്, കുന്നംകുളം, ചാവക്കാട് എന്നിവിടങ്ങളിൽ വലിയ ഫാമുകൾ നടത്തുന്നവരിൽ നിന്നുമാണ് വൈക്കോലിന് വലിയ ഓർഡറുകൾ ലഭിച്ചത്. യന്ത്രങ്ങൾ ഉപയോഗിച്ച് വൈക്കോൽ കെട്ടാക്കുന്നതിന് 30 രൂപ മുതൽ 40 രൂപ വരെയാണ് നിരക്ക്. അത്യുൽപാദന ശേഷിയുള്ള വിത്തുകൾ ഉപയോഗിച്ച് കൃഷി ചെയ്യുകയാണെങ്കിൽ 1 ഏക്കറിൽ നിന്നും 50 മുതൽ 60 വരെ കെട്ട് വൈക്കോൽ ലഭിക്കും. നീളം കൂടിയ നാടൻ ഇനം വിത്തുകൾ ഉപയോഗിച്ച് കൃഷി ചെയ്യുകയാണെങ്കിൽ 55 മുതൽ 70 കെട്ട് വൈക്കോൽ ലഭിക്കുമെന്ന് കർഷകർ പറഞ്ഞു. അതേസമയം ജനുവരി അവസാനം രണ്ടാം വിള മുണ്ടകൻ കൊയ്ത്ത് ആരംഭിക്കുന്നതോടെ വൈക്കോൽ വില പകുതിയായി കുറയുമെന്ന ആശങ്കയിലാണ് പടിഞ്ഞാറൻ മേഖലയിലെ നെൽകർഷകർ. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. പ്രതീക്ഷിച്ച വരുമാനം ലഭിക്കാത്തതിനെ തുടർന്ന് കടുത്ത പ്രതിസന്ധിയിലാണ് സംസ്ഥാനത്തെ ക്ഷീരകർഷകർ. ഉൽപ്പാദന ചെലവ് ദിനംപ്രതി ഉയരുമ്പോഴും പാലിൻ്റെ സംഭരണ വില വർദ്ധിപ്പിക്കാത്തതാണ് കർഷകരെ പ്രതിസന്ധിയിലാക്കുന്നത്. വേനൽ കടുത്തോടെ തീറ്റപ്പുല്ലിനും ക്ഷാമം രൂക്ഷമായിരിക്കുകയാണ്. 1 ലിറ്റർ പാൽ ഉൽപ്പാദിപ്പിക്കാൻ ക്ഷീരകർഷകർക്ക് ചെലവാകുന്നത് ശരാശരി 60 മുതൽ 65 രൂപ വരെയാണ്. എന്നാൽ സൊസൈറ്റികളിൽ നിന്ന് കർഷകർക്ക് ലഭിക്കുന്നത് ലിറ്ററിന് ശരാശരി 42 രൂപ മാത്രമാണ്. ഈ വില വ്യത്യാസം തുടരുന്നതോടെ ചിലവ് പോലും കണ്ടെത്താനാകാത്ത അവസ്ഥയിലാണ് കർഷകർ. 2019 മിൽമ നടത്തിയ പഠനത്തിൽ 1 ലിറ്റർ പാൽ ഉൽപ്പാദിപ്പിക്കാൻ 48.68 രൂപ ചെലവാകുമെന്ന് കണ്ടെത്തിയിരുന്നു. അന്ന് 1 കിലോ കാലിത്തീറ്റയുടെ വില 23.5 രൂപയായിരുന്നു. ഇപ്പോൾ അത് 32 രൂപയായി ഉയർന്നിട്ടും പാലിന്റെ സംഭരണ വിലയിൽ കാര്യമായ വർധന ഉണ്ടായിട്ടില്ല. വേനൽ ശക്തമായതോടെ തീറ്റപ്പുല്ലിനും കടുത്ത ക്ഷാമമാണ് അനുഭവപ്പെടുന്നത്. മിൽമ സബ്സിഡിയിൽ 1 കിൻഡൽ തീറ്റപ്പുല്ലിന് 260 രൂപയാണ് നിശ്ചയിച്ചിട്ടുള്ളത്. എന്നാൽ ലഭ്യത കുറവായതിനാൽ 350 രൂപ വരെ നൽകേണ്ട സാഹചര്യമാണുള്ളത്. പാലിന്റെ സംഭരണ വില ഉയർത്തുക, വില നിശ്ചയിക്കുന്ന ചാർട്ട് പരിഷ്കരിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് കർഷക സംഘടനകൾ സമരങ്ങൾ നടത്തിയെങ്കിലും ഫലമുണ്ടായില്ല. പാൽ സംഭരണ വില വർദ്ധിപ്പിക്കുമെന്ന ക്ഷീരവികസന മന്ത്രിയുടെ വാഗ്ദാനവും നടപ്പിലായില്ലെങ്കിലും നിലവിലെ സാഹചര്യത്തിൽ ക്ഷീരമേഖല തന്നെ തകർച്ചയുടെ വക്കിലാണെന്നും കർഷകർ മുന്നറിയിപ്പ് നൽകുന്നു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. കമ്പോള നിലവാരം. ഇന്നത്തെ കമ്പോള നിലവാരം. RSS 4 197, RSS 5 186, ലാറ്റക്സ് 128, ജാതിക്ക 350, ജാതിപത്രി 2000, ഗ്രാമ്പു 895, അടയ്ക്ക 380, കാപ്പിക്കുരു 200, കൊക്കോ പരിപ്പ് 380, കുരുമുളക് ഗാർബിൾഡ് 71,800, കുരുമുളക് അൺഗാർബിൾഡ് 69,800, ഏലയ്ക്ക 2,300 മുതൽ 2,400 വരെ, വെളിച്ചെണ്ണ 30,900, കൊപ്ര 18,650,
ചുക്ക് 28,000.